ഹലോ, ആ പറയാ. എന്തപ്പ ചെയ്യഞ്ഞേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്ട് പോന്നാണ്. ഇപ്പൊ ഇവിടെ എത്തിൻ്റെ ശേഷമാണ് അമ്മായിക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയണ്ടേ. ഇനിയിപ്പോ ഞാൻ ഇപ്പൊ എത്ര കാട്ടണിഞ്ഞ് നിങ്ങൾ പറയും. വല്ലാത്തൊരു കാട്ടകാരം എൻ്റെ കുട്ടീൻ്റെ ഒരു കാര്യത്തിന് മനസ്സിന് എന്താ മക്കളെ വെള്ളം നാസാക്കുക, അല്ലെങ്കിൽ വെള്ളം നാസാക്കല്ലേ നിങ്ങൾ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കൊടുന്നാണ്ട് പോയിക്കോളി എന്നാണ് പോയിക്കോളി. മനസ്സിന് അല്ലെങ്കിലേ ഇവിടെ ടെൻഷനായിരിക്കണം. ഞാനാണ് ആസറി കയറ്റാൻ പോയപ്പോഴേ അൽബിന്റെ പിടി കയറിയപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്തിപ്പോ ഉണ്ടായി? ഇവിടെ നമ്മളെ കുട്ടീന്റെ പരിപാടിയുണ്ടോ? ഞാൻ പറഞ്ഞ് ചോറ് വെച്ച് പോയതല്ലേ. അപ്പൊ ഓല് ചോറ് വെച്ച് വന്നെല്ലാം പരിപാടിയൊക്കെ ഇതാക്കി ഒരു വന്ന് കുട്ടിയെ മുട്ടായ കൊടുത്ത് ഒരു കഴിച്ചേനും കെട്ടി. അപ്പൊ ഓലെ അമ്മായിക്ക് കുട്ടീനെ പറ്റൂല. ഇപ്പോഴാണ് അമ്മായി വിളിച്ചു പറഞ്ഞു. ഇപ്പോഴാണ് അമ്മായിക്ക് പറ്റൂല എന്ന് പറയുന്നത്. അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. പിന്നെ അരപ്പോന്റെ അപ്പൊ ബ്രോക്കർ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് ആദ്യം തന്നെ പറയുന്നു. സാരല്ല അത് നിങ്ങളെ വിഷമിക്കണ്ട, എനിക്കൊരു വഴി ഉണ്ടാവും. എന്നാലും പോലെ വിടാൻ പാടില്ല. കാരണം പോലെ ഇതെല്ലാം കഴിഞ്ഞിക്കാണ്ട് ഇപ്പോഴല്ലേ പറയലേ. എത്ര പിന്നെ കുട്ടികളെ കോരക്കേട് എന്താ ചോദിച്ചു പറയണ്ടേ? ഇപ്പോഴത് പറയല്. പിന്നെ നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഒരു മിനിറ്റ്, ഞാനേ നമ്മളെ സ്നേഹിതൻ വിളിച്ചോട്ടാ. ചായന്റെ കുടിച്ചോണം. എനിക്ക് ആയിട്ടില്ല, ഞാൻ ഒരു മിനിറ്റ് ഇട്ടാ. ചായ അടിച്ചോ? പീസൊക്കെ ഉണ്ടല്ലോ, എന്താ തറാറ്? പിന്നെ വെറുതെ അല്ല, ഇവിടെ ഒരു വേറെ വിറ്റുണ്ട്. പറയണത്. ഹലോ വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതെ, ഞാൻ നാട്ടിലുണ്ട്. ആയിക്കോട്ടെ, പെട്ടെന്ന് പാട്ടാ. ഓക്കെ ശരി. നിങ്ങൾക്ക് ഇവിടെ എന്താ പണി? ഇപ്പോ ഒന്നുമില്ല, വണ്ടി ഇറക്കിയതപ്പോ എന്നാലും അടക്കട്ടെ. ഇതിലേറെ വലിയ പണിയുണ്ട്. വരി എല്ലാവരും വരി. അർജന്റാണ്. എന്താ ചെയ്ത കണ്ടില്ലേ ജെ? ഈ മോലൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു തിന്ന് പോയതാണ്. എന്നിട്ട് ആ പയറ് വിളിച്ചാണ് അമ്മായിക്ക് പറ്റിയില്ലാന്ന്. പാടിച്ച റബ്ബേ, അപ്പോൾ ഉണ്ടായത് അമ്മായി ഓർക്ക് ഇതിന് മുന്നെന്ന് പറഞ്ഞു എൻ്റെ കുട്ടിക്ക് കഴിച്ചേ കിട്ടണ മുട്ടായി കൊടുക്കാൻ മുന്നോട്ട് പറഞ്ഞുകൊണ്ടെന്നാ ഈ മോലൊക്കെ ഞാൻ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇതിന് മറുപടി ആരോടോ അതിന് ഞാനേ നിങ്ങൾ വർഷം മാത്രം വെച്ച് തോന്നാം. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചെക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. പോലും വല്ലാത്ത വിഷമമായി പോയി. ഞാൻ കേൾക്കൂണ്ട. ഞാൻ എൻ്റെ ചെക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. പോലും വരട്ടെ, അതിനൊക്കെ പരിഹാരം ഉണ്ടാവും. നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. നമ്മളെ ചെക്കന്മാരെത്തി. പിന്നെ ഒന്നുമില്ലടാ, നമ്മളെ ഒരു അബോഗ്രാക്കാൻ്റെ വിഷയമുണ്ട്. കുറച്ച് ഇന്ന് സംസാരിക്കാണ്ട്. കബീറ എല്ലാവരും ഒന്ന് ഇരിക്കേ. അതായത് വിഷയം എന്ന് പറഞ്ഞാൽ വലിയ വിഷയങ്ങളാണ്. ഈ പാവപ്പെട്ടവൻ്റെ ഇവിടെ നിന്നാണ് എല്ലാവരും ഇരിക്കാൻ, എല്ലാവരും കേൾക്കാന്ന് മാത്രം പറഞ്ഞില്ല. നമ്മളെ അബോക്കരാക്കാൻ്റെ മോളെ പിന്നെ മുട്ടായി കൊടുക്കലായിരുന്നു. മുട്ടായി കൊടുക്കൽ പറഞ്ഞാൽ വലിയ സെറ്റപ്പിലൊക്കെ ഉണ്ടാക്കി പാവം കഷ്ടപ്പെട്ട് ഒരുപാട് ചോറും അതൊക്കെ വെച്ച് പിന്നെ ആൾക്കാരൊക്കെ വന്ന് എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഏതാ പോലെ ഒരു കൊമ്മായി പറഞ്ഞാലോ പെണ്ണിനെ പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ പിന്നെ പോലെ പുകഴ്ത്തുണ്ട്. അമ്മായിക്ക് പറ്റൂല കാണ്ട് ഒഴിവായിക്കണം. അപ്പോൾ വലിയ വിഷമത്തിലാണ് നമ്മൾ അബോക്കരാക്ക. അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരം കാണണം. അതിന് എന്താ വെച്ചാൽ എന്തായാലും പോലെ വിടാൻ പറ്റില്ല. കാരണം ഇത്രയും ചിലവാക്കി വലിയൊരു സംഭവമൊക്കെ ആക്കി വലിയൊരു ഇതൊക്കെ ആയിക്കാണ്ട് പിന്നെ ഒരു അടുപ്പിലെ വർത്താനം അമ്മായിക്ക് പറ്റില്ല പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അതിനാണ് ഇപ്പം നിങ്ങളെ വിളിച്ചത്. കഴിഞ്ഞ മാസം 9,600, അതിൻ്റെ മുമ്പത്തെ മാസം 10,800. അത്
കഴിഞ്ഞ മാസം തേങ്ങ ഇല്ല, അങ്ങനെ മുമ്പത്തെ മാസം തേങ്ങ വിറ്റതുണ്ട്. ഇന്ന് നിങ്ങളെ മലീത്ത തേങ്ങ കൊടുത്താ? ഇല്ല, അത് കൊടുത്തിട്ടില്ല. അപ്പൊ തേങ്ങക്ക് നല്ല വില ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. വില കിട്ടണമെങ്കിലേ കൊടുക്കുള്ളൂ. അത് പള്ളീൻ്റെ അല്ലേ തന്നെ. ആ, നമ്മളെ പേരിട്ടല്ല. നാളെ വരാം. നല്ല വില കിട്ടണമെങ്കിൽ കൊടുക്കും. പിന്നെ അത് അറിയണ്ടല്ലേ, പള്ളീൻ്റെ അതാവുമ്പോ നമുക്ക് കുറക്കാനൊന്നും പറ്റൂല. നാളെ വരാം. നാളെ വരാം. ഇതിപ്പോ ഇതാണ് ഉപകരാക്കാണ്. ഇതാണ് ഇപ്പോൾ പള്ളി സെക്രട്ടറിൻ്റെ വീട്. നമുക്ക് അവിടെ മൂപ്പരോട് സംസാരിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ സംസാരിക്കാം. എന്നിട്ട് എന്താ തീരുമാനിക്കാം, നമുക്ക് എന്താ വേണ്ടത്. മൂപ്പര് അവിടെ ഇരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശരി, ആരൊക്കെയത്? ഞങ്ങൾ പറയാം. ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വിഷയമുണ്ട്, അതുമായി സംസാരിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി പോന്നു. പറയ്, എന്തപ്പത് ഒരു കാറില്ലാത്ത മഴ? അതായത് നമ്മളെ അയൽവാസി അബൂബക്കറാക്കാൻ്റെ മോളും നിങ്ങളിവിടെ ഉള്ള ഇവിടെ മുപ്പര പേരാന്ന് എനിക്കറിയില്ല. അസീസാക്കാൻ അറിയില്ലേ? അസീസാക്കാൻ്റെ മോനും നൗഫലും തമ്മിൽ ഒരു കല്യാണം എന്നോട് പറഞ്ഞു. ഞാൻ മറ്റേ മുട്ടായി കൊടുക്കലൊക്കെ അതേനെ വിഷയം. അപ്പൊ മുട്ടായി കൊടുക്കലിന് അന്ന് അവിടുന്ന് വന്ന് ഭക്ഷണം കഴിച്ച് അവിടെ പണ്ടൊക്കെ കെട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ പോന്നു. പോന്നതിന് ശേഷം ഇവിടെ ഏതോ ഒരു അമ്മായിക്ക് പറ്റിയിട്ടില്ല എന്നാണ് വിളിച്ചു പറഞ്ഞു. അമ്മായിക്ക് പറ്റിയിട്ടില്ല? ഏതപ്പോ ഒരു അമ്മായി? അല്ല, ചെറുക്കന് പറ്റിക്കണ? അതായത് ഇപ്പൊ ചെറുക്കനും ബാപ്പാക്കും ഒക്കെ പറ്റി. ഞങ്ങളെ പോലും മുട്ടായി കൊടുക്കാൻ വന്നതും പണ്ട് കെട്ടിയതൊക്കെ. അതിൻ്റെ ശേഷം പിന്നെ ഒരു അമ്മായി ഏതോ ഇടങ്കോലിട്ട് കണ്ടാണ് ഇത് കൊള്ളാക്കിയിട്ടുണ്ട്. അല്ല, ആസീസിന്റെ ഏത് മോനാ? ചെറിയ മോനോ? ചെറിയ മോനാ. നൗഫല് എൻ്റെ അടുത്തുണ്ടല്ലോ ഓനെ നമ്പർ. ഞാൻ ഓനൊന്ന് വിളിച്ചു. എന്താ കാര്യം ഒന്നും അറിയണല്ലോ നമുക്ക്. വിളിച്ച് ഹലോ നൗഫല്, സിയാവാക്കണടാ ഇവിടെ ഉള്ളത്? എന്താ ഒരു കല്യാണ കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ മിഞ്ഞാന്ന്, മുട്ടായി കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഐറ്റങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അജൊന്നും ഇങ്ങോട്ട് വാ. പനി എന്തപ്പത് ചെതലും എറുമ്പൊന്നായിട്ട് അയക്കണം. ഇപ്പം പറഞ്ഞില്ലേ അതൊക്കെ. പിന്നെ നമ്മളെ ചാലോടിന്നേ പിന്നെ ഓല ഒരു നമ്മളെ കല്യാണത്തിന്റെ അതിനു വേണ്ടി വിളിച്ചിരുന്നു. ഇപ്പോൾ പള്ളി സെക്രട്ടറി ഇപ്പോൾ വിളിച്ചിരുന്നു. അതുകൊണ്ട് മൂപ്പരെ പെരേക്ക് വരാൻ പറഞ്ഞു. പോയൊക്കെ അപ്പോൾ അല്ല പിന്നെന്താ എന്താ അതിന് ചെയ്യാൻ? വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഈ കേൾക്കണത്? ഞാനല്ല ഇപ്പോൾ നൗഫലിൻ്റെ മുട്ടായി കൊടുക്കാൻ. നൗഫല ഇവിടെ കയറിക്കടാ. പിന്നെ മുട്ടായി കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഇപ്പം എന്താ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു അമ്മായിക്കാർക്കാ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ അല്ലേ ഓർക്കതൊക്കെ ഇഷ്ടപ്പെട്ട് ഞങ്ങളും പോയി, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. എല്ലാം വരെ ഭംഗിയായിട്ട് പിന്നെ മുട്ടായും കൊടുത്തു, ചെറിയ ചെയിനും കെട്ടി. അങ്ങനെ പോന്നപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു പങ്കാളിനോട് വന്നിട്ട് പറയണേ ആ ബന്ധം നമുക്ക് വേണ്ടെന്നുള്ളത്. ഒരു അമ്മായിൻ്റെ പ്രശ്നമല്ലേ? അമ്മായിക്കല്ലേ പറ്റാത്തുള്ളൂ, നൗഫലിന് പറ്റാത്തില്ലല്ലോ. അപകരാക്ക നമ്മളൊരു കാര്യം ചെയ്യാം. ഇതിപ്പോൾ ഒരു പെങ്ങളെ പ്രശ്നമാണ്, അത് വിട്ടാളേ. നൗഫലിന് പറ്റിയ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. അത് നമ്മളാണ്ട് ഇപ്പം നിങ്ങൾ തീരുമാനിച്ച മാറിനാണ്ട് തീർപ്പാക്കല്ലേ? അതിപ്പോൾ ഒന്നേ നമ്മളൊന്ന് ആലോചിക്കട്ടെ. അത് നമുക്ക് പറ്റൂല. നമുക്ക് കുറച്ച് നഷ്ടപരിഹാരമൊക്കെ കിട്ടണം വരയ്ക്കുന്നത്. അതിനിപ്പോൾ നമുക്ക് വലിയൊരു തീർപ്പതില്ല. കോരുമ്പോൾ തന്നെ കാറ്റ് തുടങ്ങിയാലേ പിന്നെ കിണർ വെക്കാതെ വെള്ളം കോരാൻ പറ്റൂല. ഞാൻ വളർത്തിണ്ടാക്കിയ കുട്ടികളാണ്. ഒരു നാളെ വരുന്ന വേറൊക്കെ പറ്റില്ല. എൻ്റെ കുട്ടി പേരൊക്കെ എന്നാലേ ഇച്ച് കബറിലൂണും കടക്കാൻ തൊഴിലുണ്ടാവില്ല. അത് പാചകരെ ഒരു ഇവർക്ക് ഇപ്പോൾ ഒരു 1.5 ലക്ഷം റുപ്യേൻ്റെ ചിലവുണ്ട്. അത് എന്താ ഞങ്ങൾ തീരുമാനിച്ച് കെട്ടിയും. അശാഖ ഇപ്പൊ കേട്ടിച്ചപ്പോ ഓല് വന്ന് പറഞ്ഞത് കേട്ടി ഞങ്ങള് ഓൾക്ക് കുറച്ച് പൈസന്റെ ചെലവുണ്ടായിട്ടുണ്ട്, മാനസിക ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. നിങ്ങളൊരു 1 ലക്ഷം ഉറുപ്പ്യ ഓൾക്ക് കൊടുത്തുകൊണ്ട് തൽക്കാലം ഓല കേസാണ്ട് പിരിച്ചുപിടി.
അതിപ്പോൾ ഞാനേ പറഞ്ഞ 1 ലക്ഷം റുപ്യ ഞാൻ കൊടുത്തോളാം. പക്ഷെ ഞാനൊരു 1.5 പവൻ പണ്ടം കൊടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അത് നമ്മൾ ഓരോടുന്ന് വാങ്ങിത്തരാം, അത് പോലും തരും. അങ്ങനത്തെ ആൾക്കാരൊന്നല്ല കേട്ടാ. ഔഫലേ, പിന്നെ ഇനി മേലാൾക്ക് ഒരു ഉറപ്പ് വേണം ഒരു മനുഷ്യനാണെങ്കിൽ. നമ്മളത്തെ പ്രശ്നമില്ല. നമുക്ക് പിന്നെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പണ്ടൊക്കെ കെട്ടിക്കാണ്ട് പോകുന്നതാണ്. നമ്മളൊരു അമ്മായി കുറച്ചൊന്ന് ഇറങ്ങോലിട്ടു. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞേക്കേ, ഇനി ഇങ്ങനത്തെ വക സംഗതികൾക്കൊക്കെ ഒന്നും പോകുമ്പോൾ ഇങ്ങനത്തെ അമ്മായിയാളെയും കൂട്ടും ഒന്നും കൊണ്ടുപോകണ്ട. അനക്കൊരു പെണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ഇജ്ജ് പോയിട്ട് തീരുമാനിച്ചാൽ എനിക്കൊരു ഉറപ്പ് തരാം, പാനോടും പറയാം. അതാണ് വേണ്ടത്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഒരു പാടാവണം. ഇങ്ങനെ ഇത് എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളാണ്, എല്ലാ വീട്ടിലും ഉണ്ട്. നമ്മളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടികളെ വീട്ടിലും പോയിക്കാണ്ട് ചെന്നുകാണ്ട് മുട്ടായിയൊക്കെ കൊടുത്തുകാണ്ട് പോന്നീൻ്റെ ദിവസം പറയും അത് നിറം പോരാ, കാലിന് ഏച്ചലുണ്ട്, ഇങ്ങനത്തെ ഓരോരോ വിഷയങ്ങൾ വരികയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു പാടാണ്. നൗഫൽ അത് മുന്നിൽ നിർത്തിക്കാണ്ട് ഇനി അതൊരു പാടാക്കിയിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷമായില്ലേ? ഇത് നമ്മൾ ലോകി അതുകൊണ്ട് ഇനി തെറ്റിപ്പോകരുത്. എല്ലാവരും നല്ല ആൾക്ക് കൈ ഉറപ്പ് വിചാരിച്ചതാ. കാരണം ഒരു സാഹചര്യം വിധിച്ചതേ കിട്ടുള്ളൂ, കൊതിച്ചേ കിട്ടൂല. അങ്ങനെ ഉണ്ടാക്കി. ആയിക്കോട്ടെ.